നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആണ്. ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞത് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നമ്മുടെ സെമി സിൽക്കിന്റെ തന്നെ നമ്മുടെ സോഫ്റ്റ് ഫിനിഷ് വരുന്ന സൈസ് മെറ്റീരിയൽ കേട്ടോ. ഭയങ്കര കണ്ട് ഒതുങ്ങി കിടക്കും. ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈനിങ് നല്ല രസമുള്ള കോമ്പിനേഷൻ ആണ്. നമുക്ക് നേരത്തെ ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട്, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള മോഡൽ. അപ്പൊ അതിന്റെ തന്നെ പുതിയ ഡിസൈൻ കേട്ടോ, നല്ല രസമുണ്ട്. ക്രോസ് സ്റ്റിച്ചിന്റെ പാറ്റേണിലാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത്. പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു ഫിനിഷിങ് കണ്ടപ്പം നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനില് യെല്ലോ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. ഈ ഒരു കളറൊക്കെ ഭയങ്കര നല്ല രസമാട്ടോ. എല്ലാവർക്കും ഇതിന് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനാണ്. ഗ്രീൻ ആൻഡ് യെല്ലോ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് മുഖത്തിന് ഒരു ഭംഗി കൂടുതൽ വരുന്ന ഒരു കോമ്പിനേഷനാണ്. പിന്നെ ദുപ്പട്ട പറയേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അത്രയും രസമാണ്. നല്ല വീതിയായിട്ട് തന്നെ ക്രോസിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. യെല്ലോയുടെ തന്നെ ഒരു കോമ്പിനേഷൻ കൊടുത്താട്ടോ ചെയ്തിരിക്കുന്നത്, കുറച്ച് ലൈറ്റ് ഡാർക്ക് അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഗ്രീനിന്റെ കൂടെ നല്ല മാച്ചിങ് ആണ് ആ കളർ. ബോട്ടം സെയിം കളർ ഗ്രീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് V380, റേറ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 990 മാത്രമേ 990. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂണിന്റെ ഷെയ്ഡാട്ടോ. മെറൂണും ഒരു ഗ്രീൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ്. നല്ല കളർ കോമ്പിനേഷൻസ് ആയാലും ഞാൻ ഇത് വെച്ചിരുന്ന് അടുപ്പിച്ച് കാണിക്കാം. ഗ്രീനും ഉണ്ട്, പിന്നെ ചെറുതായിട്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും എല്ലാം കൂടെ ചേർന്നിട്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ പോയിരിക്കുന്നത്. നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ. പിന്നെ പ്രത്യേകിച്ച് ആ മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആണ്, ഒതുങ്ങി കിടക്കും. തയ്ച്ചിട്ടാലും നല്ല ഫാബ്രിക് ആട്ടോ. നമുക്ക് ആ ഒരു ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ആ ഒരു ദുപ്പട്ടയ്ക്ക് വലിയ വെയിറ്റോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല. ഡെയിലി ഒക്കെ യൂസ് ചെയ്യാനും നല്ല കേട്ടോ. പിന്നെ ഈ ഒരു സ്ക്വയർ പാറ്റേണിൽ നല്ല യോക്കാണ് കൊടുത്തേക്കുന്നത്. നമ്പർ V379, റേറ്റ് 990. നമുക്ക് അടുത്ത ഷെയ്ഡ് എല്ലാവരുടെ ഫേവറേറ്റ് കളറാണ്. നല്ലൊരു ഡാർക്ക് വൈൻ്റെ ഷെയ്ഡ്. അതിൻ്റെ കൂടെ പിങ്കും ആ ഒരു ലൈറ്റ് ലാവണ്ടറോടെ ചേർന്നിട്ടുള്ള കോമ്പിനേഷനിലാണ് വർക്ക് പോയിരിക്കുന്നത്. അത് മെയിനായിട്ട് അതിൻ്റെ ഫിനിഷിങ് ആട്ടോ. വർക്ക് ആ ഒരു ഭയങ്കര രസമായിട്ടാണ് ക്രോസ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ആ ഒരു എംബ്രോയിഡറി തന്നെയാണ്, എന്നാലും ക്രോസ് സ്റ്റിച്ചിൻ്റെ ആ ഒരു ശരിക്കുള്ള അതേ ഭംഗി തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. സെയിം തന്നെയാണ് കേട്ടോ. നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്, ഈ ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. നമ്പർ V381, റേറ്റ് 990. അടുത്ത ഷെയ്ഡ് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൻ്റെ കൂടെ എപ്പോഴും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒനിയൻ പിങ്ക് ആണ് കോമ്പിനേഷൻ വെച്ചേക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒനിയൻ പിങ്ക് കൊണ്ട് കുഞ്ഞൊരു ലൈറ്റ് ലാവണ്ടർ, പിന്നെ ഒരു യെല്ലോ കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡ്, യെല്ലോ അല്ല ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ്. നല്ല കോമ്പിനേഷൻസ് കേട്ടോ. ഇതാണ് ഇതുണ്ടല്ലോ, അടുപ്പിച്ചിട്ടാലും നല്ല ലെങ്ത് കിട്ടുന്ന മോഡലാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു വർക്കിന്റെ ഫിനിഷിങ് ഞാൻ പറഞ്ഞില്ലേ, എത്ര നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത്. മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആണ്, നല്ലതായിട്ട് ഒതുങ്ങി കിടക്കും. പെട്ടെന്ന് അങ്ങനെ ചുളുങ്ങൊന്നും ഇല്ലാത്ത മെറ്റീരിയൽ കേട്ടോ. ഡെയിലി ഉപയോഗിക്കാനും നല്ല. ഇതിന്റെ നമ്പർ V382, റേറ്റ് 990. നമുക്ക് ലാസ്റ്റ് കോമ്പിനേഷൻ ഇതാണ്. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിൻ്റെ കോമ്പിനേഷൻസ് എല്ലാം നല്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷൻ മാത്രം എടുത്താൽ ചെയ്തേക്കുന്നത്. നല്ല ഡാർക്ക് ബ്ലൂവിൽ ലൈറ്റ് സ്കൈ ബ്ലൂവിന്റെ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. അടിപൊളിയാട്ടോ. ഇതാണ് ഈ കോമ്പിനേഷൻ. ദുപ്പട്ടയും സെയിം തന്നെ രീതിയിൽ. അത് നമുക്ക് ആ ഒരു ദുപ്പട്ട എങ്ങനെയാണ് നമുക്ക് ഇടാൻ പറ്റും. രണ്ട് സൈഡിലൊക്കെ ആയിട്ട് ഇട്ടാലും ഈ വർക്ക് നല്ല രീതിയിൽ തന്നെ എടുത്ത് നിൽക്കും. കാരണം കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. പെട്ടെന്ന് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ തോന്നിക്കുന്നുണ്ടോ, ബ്ലൂവിൻ്റെ നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ. ബോട്ടം സെയിം കളർ തന്നെയാണ്. അത് സാറ്റിൻ സിൽക്കിൻ്റെ ഫാബ്രിക് കേട്ടോ. നമ്പർ V481, റേറ്റ് 990.